ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് അല്ലേ. അപ്പം ആ ചാപ്റ്ററിൽ നിന്ന് മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മിസ്സിന്റെ കുട്ടികളെ ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണുക ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നോക്കിക്കേ, ദ ഗ്രേ കിറ്റൻ വോക്ക് അപ്പ് ഏർലി. നമ്മുടെ ഗ്രേ കിറ്റൻ, നമ്മുടെ 3 പൂച്ചക്കുട്ടികൾ ഉറങ്ങിക്കിടക്കായിരുന്നു. പക്ഷെ നമ്മുടെ ഗ്രേ കിറ്റൻ മാത്രം കുറച്ച് നേരത്തെ എണീറ്റു അല്ലെ. വോക്കപ്പ് ഏർലി എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ച് നേരത്തെ എണീറ്റു. ഹീ ലുക്ക്ഡ് അറൗണ്ട്. എന്നിട്ട് എന്താ ഇങ്ങനെ ചുറ്റില് നോക്കുക അല്ലെ, ചുറ്റില് നോക്കുക. നേരത്തെ എണീറ്റ് മിസ്സിന്റെ കുട്ടികൾ ഇങ്ങനെ നോക്കാറുണ്ടോ? അച്ഛനും അമ്മയൊക്കെ കിടന്നുറങ്ങുന്നതും ചുറ്റിലുള്ളതും ഒക്കെ നോക്കാറുണ്ടോ? അപ്പൊ അതേപോലെ നമ്മുടെ ഗ്രേ കിറ്റൻ നേരത്തെ എണ്ണീറ്റിട്ട് ചുറ്റിനെ ഇങ്ങനെ നോക്കുക. നോക്കിക്കേ, നമ്മുടെ ഗ്രേ കിറ്റൻ ഇങ്ങനെ നോക്കുന്നുണ്ടോ? എന്നിട്ട് എന്തൊക്കെയാണ് ഗ്രേ കിറ്റൻ കാണുന്നത്? ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. ടേബിളിന്റെ പുറത്ത് വേറൊരു പൂച്ചക്കുട്ടി അല്ലേ, നമ്മുടെ ഗ്രേ കിറ്റന്റെ കൂടെയുള്ള വൈറ്റ് കിറ്റൻ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഈ ടേബിളിന്റെ പുറത്ത് എന്തൊക്കെയുണ്ട്? ഒരു കപ്പുണ്ട്. കപ്പിന്റെ മേളിൽ ഒരു പേന ഇരിക്കുന്നത് കണ്ടോ? കപ്പിന്റെ മേളിൽ ഒരു പെന്നുണ്ട്. ഇവിടെ ഒരു ബുക്ക് ഉണ്ട് അല്ലേ. ഇനി നോക്കിക്കേ, ഇവിടെ ബാസ്ക്കറ്റ് ഉണ്ട്. ഒരു ബാസ്ക്കറ്റ് ഉണ്ട്. ആ ബാസ്ക്കറ്റിനുള്ളിൽ അടുത്ത ആള് നമ്മുടെ വൈറ്റ് കിറ്റനും നമ്മുടെ അടുത്ത ബ്ലാക്ക് കിറ്റനും കിടന്നുറങ്ങുകയാണ് അല്ലേ. അപ്പൊ നോക്കിക്കേ, നമ്മുടെ ഗ്രേ കിറ്റൻ നേരത്തെ എണീറ്റ് നോക്കിയപ്പോ ബാക്കിയുള്ള വൈറ്റ് കിറ്റനും ബ്രൗൺ കിറ്റനും കിടന്നുറങ്ങുന്നതാണ് കാണുന്നത്. അങ്ങനെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ ഗ്രേ കിറ്റൻ ഇങ്ങനെ ഇരിക്കുക അല്ലേ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് പ്രോപ്പർ വേർഡ്സ് ഫ്രം ദ ബോക്സ്. ബോക്സില് കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. ആ വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യാനാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ എന്തൊക്കെ വാക്കുകളാണ് ഇവിടെ ഉള്ളത്? നോക്കിക്കേ, ഇവിടെ ഇന്നുണ്ട്. കണ്ടോ? ഇന്നെന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഉള്ളിൽ എന്നാണ് അർത്ഥം അല്ലെ. ഇന്നുണ്ട്. പിന്നെന്താ? പെണ്ണുണ്ട്. എന്താ മക്കളെ പെണ്ണെന്ന് പറഞ്ഞാല്? പെണ്ണെന്ന് പറഞ്ഞാൽ എന്താ? പേന എന്നാണ് അർത്ഥം. പിന്നെ എന്താ? ഫ്ലോർ ഉണ്ട്. ഫ്ലോർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ തറയില്ലേ, തറയാണ് നമ്മൾ ഫ്ലോർ എന്ന് പറയുന്നത്. അതിനുശേഷം എന്താണ്? ഓണുണ്ട്. ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ മുകളിൽ അല്ലെ. ഓൺ ദ ഡ്രം എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രമ്മിന്റെ മുകളിൽ. ഓൺ ദ ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ടേബിളിന്റെ മുകളിൽ. അപ്പൊ ഓൺ ഉണ്ട്. അടുത്ത എന്താണ്? ടേബിൾ. ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈ മേശയ്ക്കാണ് ടേബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും വാക്കുകൾ നമ്മുടെ ബോക്സിൽ തന്നിട്ടുണ്ട്. നമുക്കിനി ആ വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇത് പൂരിപ്പിക്കാൻ ആണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ഒരു മോഡൽ ഇവർ തന്നിട്ടുണ്ട്. ദ ഗ്രേ കിറ്റൻ ഓൺ എ മാറ്റ്. ഗ്രേ കിറ്റൻ എവിടെയാണ്? നമ്മുടെ ഗ്രേ കിറ്റൻ എവിടെയാണ് നിൽക്കുന്നത്? ഒരു മാറ്റിന്റെ പുറത്തല്ലേ. കണ്ടോ? ഒരു തടിക്കിന്റെ പുറത്തല്ലേ. അപ്പൊ മാറ്റിന്റെ പുറത്ത് നമ്മുടെ ഗ്രേ കിറ്റൻ ഉണ്ട്. കണ്ടോ? അപ്പൊ നമ്മള് ആ മാറ്റിന്റെ പുറത്തെന്ന് പറയാൻ ഏത് വാക്കാ ഉപയോഗിച്ചത്? ഓൺ ആണ് ഉപയോഗിച്ചത്. കണ്ടോ? ദ ഗ്രേ കിറ്റൻ ഓൺ എ മാറ്റ്. മാറ്റിന്റെ പുറത്ത് നമ്മുടെ ഗ്രേ കിറ്റൻ ഉണ്ട്. അടുത്ത നോക്കിക്കേ, ദ റെഡ് കിറ്റൻ ഡാഷ് എ ബാസ്കറ്റ്. ബാസ്കറ്റിന്റെ ഉള്ളിലല്ലേ നമ്മുടെ റെഡ് കിറ്റൻ ഉള്ളത്. അപ്പൊ ബാസ്കറ്റിന്റെ ഉള്ളിലാണ് റെഡ് കിറ്റൻ എന്ന് നമ്മൾ എങ്ങനെയാ പറയുക? ഇന്നാണോ, പെന്നാണോ, ഫ്ലോർ ആണോ, ഓൺ ആണോ, ടേബിൾ ആണോ? ബാസ്കറ്റിന്റെ ഉള്ളിലല്ലേ. ബാസ്കറ്റിനകത്ത് എന്ന് പറഞ്ഞാൽ ഏത് വേടാ? നമ്മുടെ ഇന്നാണ്. അപ്പൊ ദ റെഡ് കിറ്റൻ ഇൻ എ ബാസ്കറ്റ്. കണ്ടോ? ബാസ്കറ്റിന് ഉള്ളില് അല്ലെ, ബാസ്കറ്റിനകത്ത് എന്നെങ്ങനെയാ പറയാ? ദ ബ്ലാക്ക് കിറ്റൻ ഇൻ എ ബാസ്കറ്റ് എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. The black kitten dashed the table. Black kitten ടേബിളിന്റെ മുകളിലല്ലേ. ബ്ലാക്ക് കിറ്റൻ എവിടെയാണ്? ടേബിളിന്റെ മുകളിലല്ലേ. അപ്പൊ ടേബിളിന്റെ മുകളിൽ എന്നർത്ഥം വരുന്നത് ഏതാണ്? ഇന്നാണോ, പെന്നാണോ, ഫ്ലോർ ആണോ, ഓൺ ആണോ, ടേബിൾ ആണോ? നമുക്കറിയാം അതിന്റെ മുകളിൽ എന്ന് പറയുന്നത് ഏതാണ്? ഓൺ ആണല്ലേ. അപ്പൊ എങ്ങനെ പറയാം? ദ ബ്ലാക്ക് കിറ്റൻ ഓൺ ദ ടേബിൾ. The black kitten on the table. ടേബിളിന്റെ മുകളിലാണ് നമ്മുടെ ബ്ലാക്ക് കിറ്റൻ ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ബുക്ക് ഓൺ ദ ഡാഷ്. ബുക്ക് എവിടെയാ ഉള്ളത് മക്കളെ? ദ ബുക്ക് ഓൺ ദ ഡാഷ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മേശയുടെ പുറത്തില്ലേ നമ്മുടെ ബുക്ക് ഉള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാൻ പറ്റും? ഇന്നുണ്ട്, പെന്നുണ്ട്, ഫ്ലോർ ഉണ്ട്, ഓൺ ഉണ്ട്, ടേബിൾ ഉണ്ട്. അപ്പൊ ടേബിൾ എന്താണ്? മേശയാണ്. അപ്പൊ മേശയുടെ പുറത്താണ് നമ്മുടെ ബുക്ക് ഉള്ളത് അല്ലെ. അപ്പൊ എങ്ങനെ പറയാം? ദ ബുക്ക് ഓൺ ദ ടേബിൾ. ഓൺ ദ ടേബിൾ. ടേബിളിന് മുകളിൽ അല്ലെ. ദ ബുക്ക് ഓൺ ദ ടേബിൾ. ഓക്കെ. അപ്പൊ നമ്മൾ 4 ക്വസ്റ്റ്യൻസും ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ ഡാഷ് ഇൻ എ ഗ്ലാസ്. എ ഡാഷ് ഇൻ എ ഗ്ലാസ്. ഈ ഗ്ലാസിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ഗ്ലാസിന്റെ ഉള്ളിൽ ഇന്ന ഗ്ലാസ് അല്ലേ. ഗ്ലാസിനകത്ത് എന്താ ഉള്ളത് നോക്കിക്കേ. ഇവിടെ ഒരു പേന കാണുന്നില്ലേ. ഇതിന്റെ ഉള്ളിൽ ഒരു പെന്നുണ്ടല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, എ പെൻ ഇൻ എ ഗ്ലാസ്. എങ്ങനെ പറയാം? എ പെൻ ഇൻ എ ഗ്ലാസ്. ഗ്ലാസിന്റെ ഉള്ളില് ഒരു പേന എന്ന് പറയാം അല്ലെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ മാറ്റ് ഈസ് ഓൺ ദ ഡാഷ്. ദ മാറ്റ് ഈസ് ഓൺ ദ ഡാഷ്. ഈ മാറ്റ് എവിടെയാണ്? ഓൺ ദ ഡാഷ്. ഇതിൽ ഏതാണ്? ഇന്നാണോ, പെന്നാണോ, ഫ്ലോർ ആണോ, ഓൺ ആണോ, ടേബിൾ ആണോ? നമ്മുടെ മാറ്റ് നമ്മുടെ തറയിലാണ് കിടക്കുന്നത് അല്ലേ. അപ്പൊ അതിനെന്താ പറയാ? ഫ്ലോർ എന്നാണ് പറയാ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ദ മാറ്റ് ഈസ് ഓൺ ദ ഫ്ലോർ.
ദ മാറ്റ് ഈസ് ഓൺ ദ ഫ്ലോർ എന്ന് പറയാം. അപ്പൊ അത് അടിപൊളിയായിട്ട് നമ്മൾ ആ പിക്ചർ നോക്കി യെസ് നമ്മൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഫില്ല് ചെയ്തു. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മളോട് മുൻ വർഷങ്ങളിൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ മിസ്സിന്റെ കുട്ടികൾക്കൊക്കെ ഇത് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇഷ്ടമായി കഴിഞ്ഞാൽ ഇത് ലൈക്ക് ചെയ്യുക ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് നോക്കി ഇനിയും കാണാം. അതുവരെ ടാറ്റ.